السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها. وهي تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിൽ എളുപ്പവഴിയുടെ കീഴിൽ നടക്കുന്ന ദുറൂസ് ലുഗത്തുൽ അറബിയ, അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഒമാദാ കുന്നാ നദ്റുസ്. നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? കുന്നാ നദ്റുസ് എന്തായിരുന്നു? അല്ല, സംഖ്യകളാണ് വിളിച്ചത് കേട്ടാ. എന്തെങ്കിലും അറബിയിൽ പറഞ്ഞോ, അറബിയിൽ പറയാം. ഇതുവരെ പഠിച്ചതിലൊന്നും സംശയം ഉണ്ടാവില്ല. കാരണം നമ്മളുടെ പാഠങ്ങൾ ക്ലാസ് എടുക്കുന്നു, വീഡിയോ നിങ്ങൾക്ക് വീണ്ടും അയച്ചു തരുന്നു. അത് കഴിഞ്ഞിട്ട് ടീച്ചർ നിങ്ങൾക്ക് വീണ്ടും വേറൊരു ഭാഷയിൽ പറഞ്ഞു. കോംപ്ലിക്കേഷൻ, കോൺട്രാഡിക്ഷൻ ഒന്നുമില്ലല്ലോ, പരസ്പര വിരുദ്ധമായ സംഭവങ്ങളൊന്നും വരുന്നില്ലല്ലോ. ടീച്ചർ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല, ടീച്ചർ പറയുന്നത് നിങ്ങളാ കേൾക്കുന്നു. ശരിയല്ലേ? എണ്ണം പഠിക്കുക എന്നത് അറബി ഭാഷാ പഠനത്തിലെ ഒരു പ്രധാന സംഗതിയാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കണം. നമ്മള് ഇതുവരെ എണ്ണിയത് ആരായിരുന്നു എണ്ണിയത്? ഒന്ന് പറയാൻ പഠിച്ചു, കിതാബുൻ വാഹിദുൻ. രണ്ട് പറയാൻ പഠിച്ചു, കിതാബാൻ ഇസ്നാൻ. പിന്നീട് പറഞ്ഞെല്ലാം സലാസത്തു കുതുബിൻ. അപ്പൊ എന്താണ് സലാസത്ത് എന്നാണ് പറഞ്ഞത്? കിതാബ് എന്ന ഏകവചനം നോക്കണം, അത് പുല്ലിംഗമാണ്. പുല്ലിംഗമാണെങ്കിൽ സ്ത്രീലിംഗ സംഖ്യയാണ് ചേർക്കുന്നത്. സലാസത്തു കുതുബിൻ. അതുവരെ, അത് മുതൽ 10 വരെ നമ്മൾ പഠിച്ചു. അശറത്തു കുതുബിൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കിതാബ് സ്ത്രീലിംഗ അല്ല പുല്ലിംഗമാണ് പറഞ്ഞത്. സലാസത്ത് സ്ത്രീലിംഗം പറഞ്ഞു, സംഖ്യ സ്ത്രീലിംഗം പറഞ്ഞു, എണ്ണുന്നത്, എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗം പറഞ്ഞു. ഇനി എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ആ കഥയാണ് പറയാൻ പോകുന്നത്. അദ്ദർസുൽ 20 പാഠം അദ്ദർസുൽ 20 പാഠം 20. ലൈല, യാ സൽമ അഫി ഫസ്ലിക താലിബാത്തുൻ മിന الصين واليابان. ലൈല സൽമയോട് ചോദിക്കുകയാണ്. ലൈലയും സൽമാനൊക്കെ എഴുതുന്ന ആ സ്പെല്ലിംഗ് കൂടെ പഠിച്ചോളാം. കാരണം നമ്മളെയൊക്കെ പലരുടെയും പേര് ലൈല, സൽമാൻ എന്നൊക്കെ ഉണ്ട്. എങ്ങനെ എഴുതേണ്ടതെന്ന് കൂടെ പഠിക്കുക. ഇങ്ങനെയാണ് ലൈല എന്ന് എഴുതുക. നമ്മൾ ധൈര്യത്തിൽ പറയുന്ന പോലെയല്ല. സൽമ, സൽമ എന്ന് പറയുമ്പം അതേപോലത്തെ യായാണ്. ഫീ ഫസ്ലിക്കി, നിന്റെ ക്ലാസ്സിൽ ഉണ്ടോ? ആണോ, ഉണ്ടോ? ഫീ ഫസ്ലിക്കി, നിന്റെ ക്ലാസ്സിൽ. താലിബാത്തുൻ, ഗേൾസ് സ്റ്റുഡൻസ് ഓർ ഫീമെയിൽ സ്റ്റുഡൻസ്, പെൺകുട്ടികൾ ഉണ്ടോ? മിനസ്സീനി, സീൻ എന്താണ്? ചൈന. പറഞ്ഞു, നിങ്ങൾ അറിവ് നേടണം. വലോ ഫിസ്സീൻ, അത് സീനിൽ, ചൈനയിൽ നിന്നാണെങ്കിലും. ഒരുപാട് കാര്യങ്ങളുണ്ടായത്. നിങ്ങൾ അറിവ് നേടണം.
അറിവ് നേടണമെന്ന് പറഞ്ഞപ്പോ അവർക്കൊക്കെ ഖുർആന് സുന്നത്ത് ഇതൊക്കെ അറിവുണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള അറിവിനെയാണ് നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും നേടാൻ പറഞ്ഞത്. നമ്മളിപ്പോ ചെയ്യുന്ന അങ്ങനെയല്ല. നമ്മളെന്ത് ചെയ്യും? ഖുർആനും വേണ്ട, ഹദീസും വേണ്ട, ചൈനയിലോ റഷ്യയിലോ എവിടെയെങ്കിലും പോയിട്ട് ഡോക്ടർ ആവും, എഞ്ചിനീയർ ആവും. എന്നിട്ട് പറയും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് ഉത്തുലുബുൽ ഇൽമു അലാ ഫിസ്സീൻ, ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് നേടാൻ. അങ്ങനെയല്ല, അവർക്ക് ആധികാരികമായി ഖുർആനും ഹദീസും സുന്നത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടാതെയാണ് ഉത്തുലുബുൽ ഇൽമ എന്ന് പറയും, വിജ്ഞാനം നേടുക. അപ്പോ ഏത് വിജ്ഞാനം നേടും? ത്വാലിബാത്തുൻ മിന സീനി വൽ യാബാൻ. യാബാൻ എന്താണ്? ജപ്പാൻ. ജപ്പാൻ. അപ്പോ മിനസീനി നീ നൂന്ന് കസർ കൊടുക്കണം. വൽ യാബാനി അവിടെയും കസർ കൊടുക്കണം, കാരണം മീൻ വന്നതുകൊണ്ട്. പിന്നെ അവിടെ സ്ഥലത്തിന്റെ പേരാണ്, അനറബി നാമമാണ്. അവിടെ കസർ ഉണ്ടോ ഇല്ല എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, ആൽ വന്നിട്ടുണ്ടെങ്കിൽ കസർ ഉണ്ട്, ആൽ വന്ന ആള് കസർ സ്വീകരിക്കും, പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ല. സൽമ. അപ്പൊ സൽമ പറഞ്ഞു നഅം. നഅം. അപ്പൊ ചോദ്യം ആണോ ഉണ്ടോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതെ എന്നാണ് ഉത്തരമെങ്കിൽ നഅം എന്നാണ് മറുപടി. ഈ ഫസ്ലിന് ഹംസു ത്വാലിബാൻ. നേരത്തെ കിതാബ് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? സലാസത്തു കുതുബിൻ. കിതാബ് പുല്ലിംഗമാണ്, സലാസത്ത് സ്ത്രീലിംഗം ചേർത്ത്. പിന്നെ എണ്ണപ്പെടുന്ന വസ്തുവിന്റെ ബഹുവചനമാണ് 3 മുതൽ 10 വരെ ചേർക്കുക. അപ്പൊ ഇവിടെയും 3 മുതൽ 10 വരെ ബഹുവചനം തന്നെയാണ് ചേർക്കേണ്ടത്. പക്ഷേ എന്ത് ചെയ്യണം? താലിബാത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് ഹംസു എന്നാണ് ചേർക്കേണ്ടത്. ഇല്ലാത്ത സംഖ്യയാണ് ചേർക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് മനസ്സിലാക്കി വെക്കാം, എണ്ണവും എണ്ണപ്പെടുന്ന വസ്തുവും എന്തായിരിക്കണം? ഓപ്പോസിറ്റ് ജെൻഡറിലായിരിക്കണം. സംഖ്യ എണ്ണപ്പെടുന്ന വസ്തുവാണ് നമ്മൾ നോക്കുന്നത്, കാരണം അതിനെ മാറ്റാൻ പറ്റില്ല. താലിബാത്ത് ഉണ്ടെങ്കിൽ താലിബാത്തിനെ താലിബെന്ന് ആക്കാൻ പറ്റില്ലല്ലോ. താലിബാത്തുണ്ട്, താലിബാത്ത് വന്നാൽ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ജെൻഡറിലാണ് സംഖ്യ പറയേണ്ടത്. കിതാബ് വന്നാൽ, അല്ലെങ്കിൽ വലത് വന്നാൽ ഓപ്പോസിറ്റ് ജെൻഡറിലാണ് സംഖ്യ പറയേണ്ടത്. സലാസത്തു ഔലാദിൻ, ഹംസു ത്വാലിബാത്തിൻ, ഹംസത്തു തുല്ലാബിൻ. തുല്ലാബാണെങ്കിൽ ഹംസത്തു തുല്ലാബിൻ. താലിബാത്താണെങ്കിൽ ഹംസു ത്വാലിബാത്തിൻ. ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഇതങ്ങ് ഇവിടെ താഴോട്ട് വായിച്ചു പഠിക്കാനുള്ള ഭാഗം ഉണ്ടാവും, അത് ഉറക്കെ അങ്ങ് വായിച്ചു പഠിക്കുക. അപ്പൊ ഫിഫസിന് ഹംസു ത്വാലിബാത്തിൻ മിനസ്സീനി, ചൈനയിൽ നിന്നുള്ള 5 ഫീമെയിൽ സ്റ്റുഡൻസ് ഉണ്ട്. വ അർബഉ ത്വാലിബാത്തിൻ. അപ്പോ താലിബാത്ത് വന്നുകൊണ്ട് അർബഉ, ഇല്ലാത്ത 4 ചേർത്തു. അർബഉ ത്വാലിബാത്തിൻ മിനൽ യാബാനി, ജപ്പാനിൽ നിന്നുള്ള 4 സ്റ്റുഡൻസ് ഉണ്ട്, 4 ഗേൾസ് ഉണ്ട്. വസമാനി, സമാനിയത്തിന് പുല്ലിംഗമാക്കുമ്പോൾ എന്ത് ചെയ്യണം? സമാനി. സമാനി ത്വാലിബാത്തിൻ മിൻ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിൽ നിന്നുള്ള സമാനി ത്വാലിബാത്തിൻ 8 ഗേൾസും ഉണ്ട്. ലൈല. വഫീ ഫസ്ലിനാ സലാസു ത്വാലിബാത്തിൻ മിനൽ ഹിന്ദി. ഇന്ത്യയിൽ നിന്നുള്ള സലാസു ത്വാലിബാത്തിൻ. അപ്പോ സലാസു എന്നുള്ള പുല്ലിംഗമായി ഉപയോഗിച്ചു, ത്വാലിബാത്ത് ആയിരുന്നു. സലാസു ത്വാലിബാത്തിൻ മിനൽ ഹിന്ദ്, ഇന്ത്യയിൽ നിന്നുള്ള. അവസാനത്തെ അടയാളം കൊടുക്കുമ്പോൾ മിനൽ ഹിന്ദി എന്ന് പറയണം. ഇന്ത്യയിൽ നിന്നുള്ള 3 ഗേൾസ് ഉണ്ട്. വസിത്തു ത്വാലിബാത്തിൻ, ഇതൊക്കെ നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. സിത്തു ത്വാലിബാത്തിൻ മിനൽ ഫിലിപ്പീനി. ഇവിടെ കെസർ ഇട്ടിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യണം? കെസർ കൊടുത്ത് വായിക്കണം, കാരണം മീൻ വന്നോണ്ട് ഫിലിപ്പീനിയാണ്, ആൾ വന്നോണ്ട് കെസർ സ്വീകരിക്കും. മിനൽ ഫിലിപ്പീനി. വസബഉ ത്വാലിബാത്തിൻ മിനൽ കുവൈത്തി. മിനൽ കുവൈത്തി.
അഡ്മിൻ ആക്കേണ്ട ആൾക്ക് അഡ്മിനെ ആക്കാൻ പറ്റും. സംസാരിക്കുന്നവരെ വായടപ്പിക്കാൻ ആർക്ക് പറ്റും? അല്ലെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫരീദിനെ എതിർക്കാം. ഫരീദിനെ ഹോസ്റ്റ് ആക്കാം. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങള് സംസാരിക്കുന്നവരെ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സംസാരിക്കുന്നവരെ വായടപ്പിച്ച. കാരണം അല്ലെങ്കിൽ ഞാൻ എല്ലാവരും കൂടെ ക്ലോസ് ചെയ്താലും ബുദ്ധിമുട്ടാണ്. ശബ്ദം ഏത് മൈക്കിന്നാണോ വരുന്നത് അവിടെ എന്ത് ചെയ്യണം? അവരെ മൈക്ക് ക്ലോസ് ചെയ്യണം. കേട്ടോ ഫരീദ് അസ്ഗർ? ഈ ഫസലിന് വസിത്ത് ത്വാലിബാത്തിൻ മിനൽ ഫിലിപ്പീനി. അപ്പോ ബഹുവചനം ചേർക്കണം. അതേപോലെ അത് എന്തായിട്ടാ വരിക? കെസ്ർ ചെയ്യപ്പെട്ടിട്ടാണ് വരിക. സലാസത്തു കുതുബിൻ എന്ന് പറയും. അതേപോലെ സിത്തു ത്വാലിബാത്തിൻ മിനൽ ഫിലിപ്പീനി വസബ ത്വാലിബാത്തിൻ മിനൽ കുവൈത്തി. കുവൈറ്റിലെ ചായ അല്ല പറയേണ്ടത് കേട്ടോ. കുവൈറ്റിൽ എന്താ പറയേണ്ടത്? തായാണ് പറയേണ്ടത്. മിനൽ കുവൈത്തി. യഥാർത്ഥത്തിൽ കുവൈത്ത് അറബി നാടാണ്. അപ്പൊ അവിടെ എന്താണ്? തായാണ് ഒറിജിനലുള്ളത്. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതിയപ്പോഴത്തേക്ക് അവര് തായ്ക്ക് ടി എച്ച് ഇടൂല, ടി മാത്രമേ ഉള്ളൂ. തായാണെങ്കിൽ ടി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ടി മാത്രമേ ഉള്ളൂ. അപ്പൊ കുവൈറ്റ് ചായ വായിച്ചു. ചായ അല്ല, കുവൈത്ത്. അപ്പോ സബഴ ത്വാലിബാത്തിൻ മിനൽ കുവൈത്തി. സബഴ എന്നുള്ള പുല്ലിംഗം ഉപയോഗിച്ചു. ത്വാലിബാത്ത് ഗേൾസ് ആയതുകൊണ്ട്. സൽമ പറഞ്ഞു കം ഉഖ്തൻ ലക്കി യാ ലൈല. അപ്പൊ നേരത്തെ അഹുൻ പറഞ്ഞായിരുന്നു, അതിന്റെ സ്ത്രീലിംഗമാണ് ഉഖ്ത്, സഹോദരി. കം ഉഖ്തൻ ലക്കി. അപ്പൊ ഉഖ്ത് എന്ന് പറയുന്നത് ഓപ്പൺ തായാണ്. ബിന്ത് പറയുന്ന പോലെ ഓപ്പൺ തായാണ് ഉഖ്ത്. കം ഉഖ്തൻ ലക്കി. അപ്പൊ നമുക്കറിയാം പത്ത തൻവീൻ വന്നാൽ എന്ത് ചെയ്യും? അലിഫ് കൂടുതൽ ചേർക്കണം. കം വന്നതുകൊണ്ട് അവിടെ തമ്മീസായിട്ടാണ് ഉപയോഗിക്കുക. കം വന്നതുകൊണ്ട് 10 തൻവീൻ കൊടുത്തിട്ടാണ് ഉപയോഗിക്കുക. കം ഉഖ്തൻ. പിന്നെ ഏകവചനമാണ് ഉപയോഗിക്കുക. കമ്മിന് ശേഷം ഏകവചനമാണ് ഉപയോഗിക്കുക. കം ഉഖ്തൻ ലക്കി യാ ലൈല. ലൈല നിനക്ക് എത്ര? മലയാളത്തിൽ എന്ത് പറയും? കം ഉഖ്തൻ ലക്കി യാ ലൈല. എത്ര സഹോദരന്മാരുണ്ട്? സഹോദരിമാർ. മലയാളത്തിൽ പറയുമ്പോൾ സഹോദരിമാരെന്നാണ് പറയുക. അറബിയിൽ ഏകവചനമാണ് ഉപയോഗിക്കുന്നത്. കമ്മിന്റെ കൂടെ അറബിയിൽ ഏകവചനമാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ മലയാളത്തിന്റെ ഗ്രാമർ അനുസരിച്ച് പറയും. നിനക്ക് എത്ര സഹോദരി ഉണ്ടെന്നല്ല ചോദിക്കുക, സഹോദരിമാരുണ്ടെന്നാണ് ചോദിക്കുക. അറബിയിൽ പറയുമ്പോൾ ഏകവചനമാണ് ഉപയോഗിക്കുക കമ്മിന്റെ കൂടെ. കം ഉഖ്തൻ ലക്കി യാ ലൈല. ലൈല ലീ സലാസു അഖവാത്ത്. ഉഖ്തിന്റെ ബഹുവചനമാണ് അഖവാത്ത്. അഖവാത്തുൻ എന്നാണ്. ഇവിടെ സംഖ്യ വന്നതുകൊണ്ടാണ് സംഖ്യക്ക് ശേഷം കെസ്ർ കൊടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. 3 മുതൽ 10 വരെ സംഖ്യക്ക് ശേഷം വരുന്നത് ബഹുവചനമായിരിക്കും, കെസ്ർ ചെയ്യപ്പെട്ടായിരിക്കും. ബഹുവചനമായിരിക്കും, കെസ്ർ ചെയ്യപ്പെട്ടായിരിക്കും. ലീ സലാസു അഖവാത്തിൻ. അപ്പൊ സഹോദരിയുടെ എന്ത് ചെയ്തു? ഓപ്പോസിറ്റ് ജെൻഡറായ പുല്ലിംഗമാണ് സൽമാൻ. വകം അഖൻ ലക്കി. ഇനി നമ്മള് പുല്ലിംഗം കൂടെ ചേർക്കുകയാണ്. ഇതര സ്ത്രീലിംഗം ഫുള്ള് പറഞ്ഞ സ്ത്രീലിംഗമാണ്. ഇനി അതിന്റെ കൂടെ പുല്ലിംഗം കൂടെ പ്രാക്ടീസ് ചെയ്യാം. കം അഖൻ ലക്കി. എന്താ പറയാ മലയാളത്തില്? നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? ലൈല ഹംസത്തു യഹ്വത്ത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു യഹ്വത്ത് എന്ന് പറയുന്നത് താഴെയുള്ള വാക്കാണ്, പക്ഷേ അർത്ഥത്തിൽ സഹോദരന്മാരാണ്. യഹ്വത്ത് സഹോദരന്മാർ.
യഹ്വത്തിന്റെ മറ്റൊരു പദമാണ്, അഖിന്റെ മറ്റൊരു ബഹുവചനമാണ് യഹ്വാനുൻ. യഹ്വാനുൻ. യഹ്വാനും ഖുർആനിലുണ്ട്, യഹ്വത്തും ഉണ്ട് ഖുർആൻ. അല്ലാഹു തആല ഇന്നമൽ മുഅ്മിനൂന യഹ്വത്തുൻ വഖാല തആല വയഹ്വാനു ലൂത്ത്. അപ്പൊ ലൂത്തിന്റെ സഹോദരന്മാരെ കുറിച്ച് അറിഞ്ഞപ്പോ യഹ്വാൻ എന്നാണ് പറഞ്ഞത്. യഹ്വത്ത് യൂസുഫ് എന്ന് പറഞ്ഞു. യൂസുഫിന്റെ സഹോദരന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ യഹ്വത്ത് എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ലീ ഹംസത്തു യഹ്വത്തിൻ. അപ്പൊ യഹ്വത്തിന് തായ് ഉണ്ടോ ഇല്ല എന്നുള്ള അല്ല വിഷയം, അവിടെ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നാണ് വിഷയം. ഇഹ്വത്ത് സ്ത്രീലിംഗമാണെങ്കിൽ, അല്ല ഇഹ്വത്ത് പുല്ലിംഗമാണെങ്കിൽ സംഖ്യ സ്ത്രീലിംഗത്തിൽ പറയാം. അതുകൊണ്ട് ഹംസത്തു എന്ന്, ഹംസത്തു യഹ്വത്തിൻ. അപ്പൊ യഹ്വത്ത് എഴുതുമ്പോ ഹംസ എഴുതണം, താഴെ ഹംസ എഴുതണം, യഹ്വത്തിൽ ആലിഫിന്റെ താഴെ. സൽമ ലക്കി സലാസു അഖവാത്തിൻ വ ഖംസത്തു യഖ്വത്തിൻ. അത് വേറെ പ്രാക്ടീസ് ആണ്. ലക്കി സലാസു അഖവാത്തിൻ വ ഖംസത്തു യഖ്വത്തിൻ. ലക്കി സലാസു അഖവാത്തിൻ. അപ്പോ സലാസു അഖവാത്തിൻ, അഖവാത്ത് സ്ത്രീലിംഗത്തിന്റെ കൂടെ സലാസു എന്ന പുല്ലിംഗം പറയും. വ ഖംസത്തു യഖ്വത്തിൻ, യഖ്വത്ത് പുല്ലിംഗത്തിന്റെ കൂടെ ഹംസത്ത് താഴെയുള്ള സ്ത്രീലിംഗ സംഖ്യ പറയും. ലക്കി സലാസു അഖവാത്തിൻ, നിനക്ക് 3 സഹോദരിമാരുണ്ട്. വ ഖംസത്തു യഖ്വത്തിൻ, 5 സഹോദരന്മാരുണ്ട്. ലൈല ഞാൻ ശരിയാ. പിന്നെ 3 കുത്ത്, കാരണം ആ വിഷയം മാറ്റിയാണ്. വകം അഖൻ വ ഉഖ്തൻ ലക്കി, ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. വകം അഖൻ വ ഉഖ്തൻ ലക്കി. അപ്പൊ എന്താ മലയാളത്തിൽ പറയാ? നിനക്ക് എത്ര സഹോദരന്മാരും എത്ര സഹോദരിമാരും എത്ര സഹോദരന്മാരും ഉണ്ട്? നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? സൽമ ലീ അർബഅതു ഇഖ്വത്തിൻ. നേരത്തെ പറഞ്ഞതിനെ നേരെ തിരിച്ച്, ഇവിടെ പുല്ലിംഗ മാറ്റം. 4 സഹോദരന്മാരും അർബഅതു ഇഖ്വത്ത്, അർബഅതു വ അർബഉ അഖവാത്ത്. അപ്പോ യഹ്വത്ത് സഹോദരന്മാരായ പുല്ലിംഗമായതുകൊണ്ട് അർബഅതു താഴെ ചേർത്ത് വരും. അഖവാത്ത് ഇതിന്റെ കൂടെ സ്ത്രീലിംഗമായതുകൊണ്ട് അതിന്റെ കൂടെ പുല്ലിംഗമാണ്, അർബഉ അഖവാത്ത്. ഈ അർബഅതു ഇഖ്വത്തിൻ, എനിക്ക് 4 സഹോദരന്മാരുണ്ട്. അർബഉ അഖവാത്തിൻ, 4 സഹോദരിമാർ. ലൈല ലീ ജമീലത്തുൻ, ലീ ജമീലത്തുൻ, എനിക്ക് ആരുണ്ട്? ഒരു കൊളീഗ് ഉണ്ട്, ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്. കേട്ടാ, ഇവിടെ ക്ലാസ്മേറ്റ്. ഇസ്മുഹ ഖദീജത്തു. ഖദീജത്ത് എന്തുകൊണ്ടാ 2 നാം കൊടുക്കാഞ്ഞത്? ഈ ജമീലത്തുൻ എന്ന് പറഞ്ഞാല് ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ സഹപ്രവർത്തകരെന്നും വരുമോ? സഹപ്രവർത്തകൻ എന്നും പറയും, ക്ലാസ്മേറ്റ് എന്നും പറയും. ക്ലാസ്സിലെ സഹ ആയിട്ടുള്ള ആളാരാ? ക്ലാസ്മേറ്റ് ആണ്. പിന്നെ സുഹൃത്ത് എന്ന അർത്ഥത്തിലും വരും, ഫ്രണ്ട് എന്ന അർത്ഥത്തിലും ജമീലത്ത് ഉപയോഗിക്കും. ജമീലത്തായിരുന്നാലും ജമീല, ഫ്രണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. കൊളീഗ് എന്ന അർത്ഥത്തിൽ, സഹപ്രവർത്തകനെ കൊളീഗ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അതേപോലെ ക്ലാസ്മേറ്റ് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കും. ഇവിടെ നമ്മൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണ് സംഭാഷണം മുഴുവൻ. നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് സംഭാഷണം, പിന്നെ ക്ലാസ്സിനകത്തുള്ള സംഭാഷണങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്മേറ്റ് ആയിട്ടാണ് ഈ പുസ്തകത്തിൽ കംപ്ലീറ്റ്, നമ്മുടെ ഈ പരമ്പരയിൽ ദുറൂസുൽ ലുഗത്തുൽ അറബിയയിൽ കംപ്ലീറ്റ്. ജമീലത്തിനാണ് 99% എന്നാണ് എൻ്റെ ഓർമ്മ, ക്ലാസ്മേറ്റ് ആണ്. ഇസ്മുഹ ഖദീജത്തു. ഖദീജത്ത് എന്തുള്ള ഒരു ദം കൊടുത്തത്? സ്ത്രീകളുടെ പേരിന്റെ സ്ത്രീകളുടെ പേരിനെല്ലാം ഒരു ദമ്മേ ഉള്ളൂ. ജൈനബു, മറിയമു, ഖദീജത്തു, ആമിനത്തു, ആമിനത്തു. അപ്പൊ ഹംസത്തിനോ? ഹംസത്തിന് എത്ര ദമ്മുണ്ട്? ഹംസത്തും ത്വൽഹത്തിനും ഒരു ദമ്മല്ലേ ഉള്ളൂ, ഒരു ദമ്മേ ഉള്ളൂ. കാരണം അവിടെ എടുക്കുക താഴെയുള്ള പേര്, താഴെയുള്ള പേരുകൾക്കെല്ലാം ഒരു ദമ്മേ ഉള്ളൂ. ഏത് പേര്? താഴെയുള്ള പ്രോപ്പർ നൗൺ, വ്യക്തികളുടെ പേര്. പ്രോപ്പർ നൗൺ, അതായത് താഴെയുള്ള പ്രോപ്പർ നൗൺ, വ്യക്തികളുടെ സ്ഥലത്തിന്റെ പേര്. മക്കത്ത്, മദീന അക്കൂട്ടത്തിൽപ്പെട്ടല്ല കേട്ടോ. മദീന, കാരണം മദീനയുടെ അർത്ഥം വെച്ചിട്ടാണ് അതിന് പേരിട്ടിരിക്കുന്നത്. മദീനത്തു നബവി എന്നാണ്. പിന്നെ മക്ക എന്താണ്? മക്കത്തിന് ഒരു ദമ്മേ ഉള്ളൂ.
ബിബത്നി മക്കത്ത എന്ന് പറയും. ബിബത്നി മക്കത്ത. അപ്പോ ഒരു ഫത്തയാണ്. ശരി. ഈ ജമീലത്തുൻ ഇസ്മുഹ ഖദീജത്തു. അവരുടെ പേര് എനിക്കൊരു കൊടി കൊണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, ഇസ്മുഹ ഖദീജത്തു. അവരുടെ പേര് ഖദീജ എന്നാണ്. ലഹ സമാനിയത്തു ഇഖ്വത്തിൻ വസമാനി അഖവാത്തിൻ. അപ്പൊ ലഹ സമാനിയത്തു ഇഖ്വത്തിൻ, ഇഖ്വത്താകുന്ന സഹോദരന്മാരാണായതുകൊണ്ട് സമാനിയത്ത് സ്ത്രീലിംഗത്തിന്റെ സംഖ്യ. സമാനി അഖവാത്തിൻ, അഖവാത്ത് സഹോദരിമാരായതുകൊണ്ട് സമാനി എന്ന് പുല്ലിംഗ സംഖ്യ പറഞ്ഞു. ലഹ സമാനിയത്ത് ഇഖ്വത്തിൻ, അവൾക്ക് 8 സഹോദരന്മാരുണ്ട്. സമാനി അഖവാത്തിൻ, 8 സഹോദരിമാരും ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ എത്രയായി? 8 4 8 8 16. 16 ഉള്ളോ? അപ്പൊ ഖദീജ എന്ത് ചെയ്തു? ഖദീജക്കാണ് 6 സഹോദരന്മാരും 8 സഹോദരന്മാരും 8 സഹോദരിമാരും. അപ്പൊ 17ആയി. അതൊക്കെ അവിടെ സ്വാഭാവികമാണ് കേട്ടോ. അവിടെ നിന്നുള്ള ഇവിടെയൊക്കെ സ്വാഭാവികമായിരുന്നു. പിന്നീട് എന്താ നമ്മള് കൃത്യമായി ചെയ്തതാണ്. അതിന്റെ ഭവിഷ്യത്താണ് നമ്മൾ ആരോഗ്യപരമായി അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. കാരണം എന്ത് ചെയ്യാണ്, സ്ത്രീ ശരീരം ഓരോ വർഷവും അല്ലെങ്കിൽ അതിന്റെ സമയാസമയങ്ങളിൽ എന്ത് ചെയ്യാണ്, ഓരോ മാസവും എന്ത് ചെയ്യാണ്, സന്നദ്ധമാവുകയാണ്. അത് സ്വീകരിക്കാൻ വേണ്ടി, ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി സന്നദ്ധമാവുകയാണ്. നമ്മളെന്ത് ചെയ്യാണ്, പ്രകൃതി വിരുദ്ധമായി ചെയ്യുന്നത് കൊണ്ട് പിന്നീട് ഉണ്ടാകുന്ന PCOD അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഇതിനെ നമ്മൾ കൃത്രിമമായി നിയന്ത്രിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന സംഭവങ്ങളാണ്. അത് വേറെ വിഷയമാണ്. പക്ഷെ അത് ശാസ്ത്രീയമായും എല്ലാവരും പറയുന്നതാണ്. ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കാൻ കാരണം ഞാൻ ഈ അടുത്തൊരു പ്രകൃതി ചികിത്സയുടെ ഒരു ടെക്സ്റ്റ് വായിച്ചു, ഒരു മെസ്സേജ്. അതിൽ അദ്ദേഹം മെഡിക്കൽ പരമായ സംഗതികൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഈ പറഞ്ഞ വസ്തുതയും പറയുന്നുണ്ട്. എല്ലാ മാസവും സ്ത്രീ ശരീരം കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അപ്പോ ഇതാണ് പാഠം. സംഖ്യയെക്കുറിച്ചുള്ള ഏകദേശ രൂപം 1 മുതൽ 10 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1 പഠിച്ചു, 2 പഠിച്ചു, പിന്നീട് 3 മുതൽ 10 വരെയുള്ള പുല്ലിംഗവും സ്ത്രീലിംഗവും പഠിച്ചു. ചമാരി എക്രാവക്തുബ് ഒരാൾ വേഗത്തിൽ വായിക്കണം. 3 താലിബാത്തിൻ 4 താലിബാത്തിൻ 5 താലിബാത്തിൻ 6 താലിബാത്തിൻ 7 താലിബാത്തിൻ 8 താലിബാത്തിൻ 9 താലിബാത്തിൻ 10 താലിബാത്തിൻ. അപ്പൊ ഒരു താലിബത്ത് വായിക്കട്ടെ. താലിബല്ലേ വായിച്ചു? 3 താലിബാത്തിൻ 4 താലിബാത്തിൻ 5 താലിബാത്തിൻ 6 താലിബാത്തിൻ 7 താലിബാത്തിൻ 8 താലിബാത്തിൻ 9 താലിബാത്തിൻ 10 താലിബാത്തിൻ. മാഷാ അല്ലാഹ്. എത്ര വക്ത് വീണ്ടും വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ അടയാളം കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, നമ്മൾ പല പ്രാവശ്യം വായിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ എന്തിനാ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വേഗത്തിൽ നമ്മൾ പറഞ്ഞ് ശീലിക്കുമ്പോൾ നമ്മുടെ നാവിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അടുത്തത് ഇവിടെ ഹർക്കത്ത് അല്ലെങ്കിൽ ഷക്കിലുകൾ ഇല്ലാതെ, ഷക്കിൽ എന്നാണ് ശരിക്കും അടയാളത്തിന് പറയുന്നത് കേട്ടോ. നമ്മൾ ഹർക്കത്ത് എന്ന് പറയും, ഹർക്കത്തെന്നും പറയാം, പക്ഷെ പൊതുവിൽ പറയുന്ന ഷക്കില് അടയാളങ്ങൾ എന്ന അർത്ഥത്തിലാണ്. തമ്മിൽ അടയാളങ്ങൾ എന്ന അർത്ഥത്തിന് ഷക്കില് അല്ലെങ്കിൽ തഷ്കീൽ എന്നൊക്കെയാണ് പറയുക. അപ്പൊ ഇവിടെ ഷക്കില് ബിദൂനി ഷക്കിലാണ്. കുറെയൊക്കെ ഉണ്ട്, കുറെ ഇല്ല. ഒരാൾ വായിക്കും. ഒന്നാമത്തെ അല്ലവൽ അപ്പൊ എന്ത് മനസ്സിലാക്കി നിങ്ങൾ? സലാസു ഖുറഫിൻ എന്ന് പറഞ്ഞപ്പോ ഖുറഫ് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ? സ്ത്രീലിംഗമാണ്. എന്തുകൊണ്ട്? സലാസു
സലാസു പുല്ലിംഗത്തിൽ പറഞ്ഞപ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കണം? സലാസു പുല്ലിംഗത്തിൽ പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മൾ ചോദ്യം ഒന്നുമല്ല, നിങ്ങൾ ശരിയാണോ തെറ്റാണോ ശരിയാക്കാനല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഉറഫ് സ്ത്രീലിംഗമാണ്. ഇനി നമ്മൾ ഒന്നുകൂടെ ചികഞ്ഞന്വേഷിച്ചാൽ അതിന്റെ ഏകവചനം എന്താണ്? ഉറഫിന്റെ ഉർഫത്ത്. അപ്പൊ അവിടെ ഏകവചനത്തിൽ തായുണ്ട്. അത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ജെൻഡർ നമ്മൾ നിശ്ചയിക്കുന്നത്. എല്ലായ്പ്പോഴും അല്ല, പൊതുവിൽ എങ്ങനെയാണ്? ഹംസത്തിനും തൊൽഹത്തിനും ഒന്നും അത് നോക്കിയിട്ടല്ല പറഞ്ഞു. ഇവിടെ ഹുർഫത്തുൻ, അപ്പൊ താഴെയുള്ള നാമമാണെങ്കിൽ പൊതുവിൽ വസ്തുക്കളുടെ പേരൊക്കെയാണ്. താഴെയുള്ളതാണെങ്കിൽ അത് എന്തായി? സ്ത്രീലിംഗമായിട്ടാണ്. അപ്പൊ ഏകവചനമാണ് നോക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞായിരുന്നു, റിയാല് പറഞ്ഞപ്പോ റിയാലിനെ പുല്ലിംഗമായിട്ടാണ് കണക്കാക്കുന്നത്. ബഹുവചനം വരുമ്പോ റിയാലാത്താണ്. അപ്പൊ ഫീ ബൈത്തിന സലാസു ഗുറഫിൻ, നമ്മുടെ വീട്ടിൽ 3 മുറികളുണ്ട്. ഗുറഫ്. അശാനി അഷ്റു ഹാഫിലാത്തി. നമ്മൾ നേരത്തെ അശറത്ത് കുത്തുബിൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്? അഷ്റു ഹാഫില. അപ്പൊ സ്ത്രീലിംഗത്തിന്റെ കൂടെ എന്താണ് ചെയ്യുക? ഷീന് സുക്കൂനുള്ള ഷീനാണ് അഷറിന്, 10 സുക്കൂനാണ്. പുല്ലിംഗത്തിന്റെ കൂടെ തായുണ്ടാവും അശറത്തു എന്നാണ്. സ്ത്രീലിംഗത്തിന്റെ കൂടെ എന്താണ്? അഷ്റു. ഇപ്പൊ ഷീനിന് സുക്കൂനാണ്. ഫിൽ ജാമിഅത്തി അഷ്റു ഹാഫിലാത്തി. അല്ലാണ്ട് അവസാനത്തല്ല നോക്കല്ലേ ഉസ്താദ്, ലമ്മല്ല നോക്കുക. അല്ല, 2-3 കാര്യങ്ങളുണ്ട് അതിൽ. ഒന്ന് അശറത്തു, തായുണ്ട്. കുത്തുബ് പുല്ലിംഗമായപ്പോൾ തായുള്ള അശറത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഷീനിന് ഫത്തഹാണ്. അശറത്തിന്റെ കൂടെ നിങ്ങൾ ഒന്നുകൂടെ മറിച്ച് നോക്കുക. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അശറത്തിന്റെ കൂടെ പുല്ലിംഗമാകുമ്പോൾ സ്ത്രീലിംഗത്തിന്റെ തായ് ഇറക്കണം. മാത്രമല്ല ഷീനിന് ഫത്തഹ കൊടുക്കണം. ഇവിടെ സ്ത്രീലിംഗം ഹാഫിലാത്ത് സ്ത്രീലിംഗമായപ്പോൾ എന്ത് ചെയ്തു? അഷറു അവിടെ താ കളഞ്ഞു. പിന്നീട് ഷീനിന് സുക്കൂൻ കൊടുത്തു. അഷറു ഹാഫില. അഷറുവിന്റെ റായിന് ലമ്മ വരാൻ കാരണം ലമ്മ മാറേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നതാണ്. ലമ്മ മാറാം, അഷറുവിന്റെ ലമ്മ മാറാം, വേണമെങ്കിൽ മാറാം. അതായത് ആവശ്യം വന്നാൽ, അതിന്റെ നിയമം വന്നാൽ മാറാം. ഇവിടെ മാറാനുള്ള കാരണങ്ങളും വന്നിട്ടില്ല, അതുകൊണ്ട് ലമ്മാണ്. നമ്മൾ അതല്ല പഠിക്കുന്നത്. നമ്മൾ താ ഒഴിവാക്കുന്നതും ഷീന്റെ അടയാളമാണ് നോക്കുക. അപ്പോ സ്ത്രീലിംഗത്തിന്റെ കൂടെ വരുമ്പോൾ സംഖ്യ പറയുമ്പോൾ 10 എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ 10 പറയുമ്പോൾ ഷീനിന് സുക്കൂനാണ്, താ ഉണ്ടാവില്ല. ഫിൽ ജാമിഅത്തി അഷ്റു ഹാഫിലാത്തി എന്തായിരിക്കും അർത്ഥം? ഈ യൂണിവേഴ്സിറ്റിയിൽ 10 ബസ്സുകളുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ 10 ബസ്സുകളുണ്ട്. സാലിസ് വായിക്കുന്ന ഒരാള്. സമാനി മുദരിസാത്തി. സ്കൂളില് ഈ സ്കൂളില് 8 അധ്യാപകരുണ്ട്. അധ്യാപികമാരുണ്ട്. അപ്പം മുദരിസാത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് സമാനി ഉപയോഗിച്ചു, പുല്ലിംഗ സംഖ്യ ഉപയോഗിച്ചു. അറാബിയ വായിക്കൂ. അറാബിയ ഒരാൾ വായിക്കൂ. അബ്ബാസുൻ ലഹു 7 ബനാത്തി.
അബ്ബാസിന് 7 ആരുണ്ട്? ബനാത്ത് എന്താ? പുത്രിമാർ. ബിന്ത് എന്ന് പറഞ്ഞാല് പെൺകുട്ടിയാണ്. മകൾ എന്ന അർത്ഥത്തിലും ബനാത്ത് ബനാത്ത് എന്താ പറയാ, പെൺമക്കൾ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കും. അല്ലാഹു തആല ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വ ബനാത്തുക്കും എന്താ പറഞ്ഞത്? മക്കൾക്ക്, പെൺമക്കൾക്ക് ബനാത്ത് എന്നാണ് പറഞ്ഞത്. അൽഹാമിസ്. അപ്പൊ എന്താ അർത്ഥം? അബ്ബാസ് 7 പെൺമക്കളുണ്ട്. അബ്ബാസിന് 7 പെൺമക്കൾ, 7 പുത്രിമാരുണ്ട്. അൽഹാമിസ് തിസ്ഉ ദജാജാത്തിൻ. എന്താ അർത്ഥം? ദജാജാത്ത് എന്താണ്? പിടക്കോഴികൾ. പിടക്കോഴി. തിസ്ഉ ദജാജാത്തിൻ. അപ്പൊ ദജാജത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? തിസ്ഉ എന്ന പുല്ലിംഗം ഉപയോഗിച്ചത്. ദജാജത്തിൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഓർ ഹെൻ. ഇവിടെ ഈ ബൈത്തിന വീട്ടിൽ വളർത്തുന്ന ആയതുകൊണ്ടാണ് ദജാജാത്ത്, പിടക്കോഴി നമ്മൾ പറഞ്ഞത്. നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എന്താ പറയാ, കോഴിക്ക് നമ്മൾ പറയും ചിക്കൻ എന്ന് പറയും. ഈ ബൈത്തിന തിസ്ഉ ദജാജാത്തിൻ. സാദിസ് വായിക്കൂ. കുല്ലിയാത്തിൻ. അപ്പൊ ജാമിയയിൽ എന്തുണ്ട്? 5 ഫാക്കൽറ്റികളുണ്ട്. 5 ഫാക്കൽറ്റീസ് ഉണ്ട്. അസാബിയെ വായിക്കും. ഹോസ്പിറ്റലിൽ 4 നേഴ്സുമാരും 10 ലേഡി ഡോക്ടേഴ്സും 4 മുമരിദാത്ത് 4 നേഴ്സുമാരും. അന്നൊന്നും ഒരുപാട് ഒരാൾക്ക് ഒരു നേഴ്സൊന്നും വേണ്ടേ. ഇപ്പോഴാണ് ഒരു ഡോക്ടറിന്റെ കൂടെ എപ്പോഴും ഒരു നേഴ്സ് വേണം. അസാമിൻ 8ാമത്തെ വായിക്കും. ലഹു സലാസത്തു അബ്നാഇൻ ഓക്കേ. സലാസത്തു അബ്നാഇൻ. അബ്നാഇന്റെ ഏകവചനം എന്താണ്? ഇബ്ൻ. അപ്പൊ ഇബിൻ എഴുതുമ്പോൾ ഹംസ് വേണ്ട, അബ്നാ എഴുതുമ്പോൾ ഹംസ് വേണം. അതേപോലെ ഒരു നാമം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏകവചനത്തിൽ ഹംസ് വേണ്ട, ബഹുവചനത്തിൽ ഹംസ് വേണം. നിങ്ങളുടെ ബഹുവചനം വല്ല ഓർമ്മയുണ്ടോ? ഏതാണ്? ഇസ്മുൻ അസ്മാഉൻ. ഇസ്മിന് ഹംസ് വേണ്ട, ഹംസ് എഴുതാൻ പാടില്ല. അസ്മാഇന് ഹംസ് എഴുതണം. അതേപോലെ ഇബ്നിന് ഹംസ് വേണ്ട, അബ്നാഇന് ഹംസ് വേണം. അവിടെ ഹംസമായിട്ടൊന്നും കണക്ഷൻ ഇല്ലല്ലോ. സുമലാ എപ്പോഴും അലിഫല്ലേ? അല്ല, ഹംസ് വരുന്നു, സുമലാ ഹംസ് വരുന്നു, അവസാനമാണ് ഹംസ്. ആദ്യത്തെ ഹംസിന്റെ പറയുന്നത്. അതായത് ഹംസത്തുൽ വസ്ൽ. ഇബ്നിന്റെ അലിഫിന് അലിഫിന് ഹംസിടാൻ പാടില്ല. ഇബ്ന്. അബ്നാഇന് ഹംസ് വേണം, അലിഫിന് ഹംസ് വേണം. ആദ്യത്തേതാണ് പറഞ്ഞത് കേട്ടോ, അവസാനത്തെ ഹംസല്ല പറഞ്ഞത്. ഉസ്താദ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഒരു ഡൗട്ട്. ഈ ഖാലിദ് എന്ന് പറയുമ്പോ പിന്നെ അവിടെ ലഹു വേണം. അതായത് ഖാലിദ് നമ്മൾ ആദ്യം പറയുകയാണ്. ഖാലിദിന് ആദ്യം പറയുമ്പോ ഖാലിദിന് ആദ്യം പറയുമ്പോഴത്തേക്ക് ലഹു പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇല്ലി ഖാലിദിൻ എന്ന് പറയണം. ഇല്ലി ഖാലിദിൻ എന്ന് പറയണം. നമ്മൾ ആ കടന്ന് കോമ വേണ്ട അങ്ങനെ വരുമ്പോ ഇവിടെ ഒരു ബ്രേക്ക് വേണം. അതുകൊണ്ട് ഞാൻ വായിച്ചപ്പോൾ പറയുന്നത് ഖാലിദുൻ ലഹു സലാസത്തു അബ്നാഇൻ. നേരത്തെ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് മുമ്പൊരു വാക്ക് പറഞ്ഞത് അബ്ബാസുൻ ലഹു സബ്അത്തു ബനാത്ത്.
അത് അബ്ബാസിൻ ലഹു സബഅ ബനാത്ത് എന്ന് പറഞ്ഞ് ടപ്പെന്ന് പറഞ്ഞ് വായിച്ചോണ്ട് പാടില്ല. ഖാലിദുൻ ലഹു അപ്പൊ കോമ സലാസ വേണം, കോമ. അർബഅ ബനാത്ത്. കോമ വേണം. കോമയ്ക്ക് എന്താ അറിവ് പറയാ? അറിയില്ല. ഫാസില. ഫാസില. ഫാസില ബ്രേക്ക്. ഫാസില. ഫാസിലത്തുൻ സ്വാദാണ്. നമ്മള് ഫസുലിൻ എന്ന് പറയില്ല, ഈ ഫസലിന എന്ന് പറഞ്ഞ സ്വാദുണ്ട്. ഈ ആ ഫസലിന് സ്വാദ്. ഫസിൽ എന്ന് പറയുന്ന വേർപെടുത്തൽ. സ്വാദ്. ഫുസ്സിലത്ത് ക്ലാസ് എന്നുള്ള ഫസിൽ. അർത്ഥമാണ്. ക്ലാസ് ഇപ്പൊ ഡിവിഷനാണ്, വേർതിരിക്കലാണ്. അതേപോലെ ഫാസില എന്ന് പറയുമ്പം ബ്രേക്ക്. അപ്പൊ സലാസത്തു അബിനാഇൻ വഅർബഅ ബനാത്ത്. അടുത്തത് അത്താസ്യ. എന്താത്ത വായിക്കും? لي 5 إخوة وست أخوات. സിത്തു അഖവാത്തിൻ. ഓ, അഹ്വാത്ത്. അഖവാത്തിന് സ്ത്രീലിംഗമായതുകൊണ്ട് സിത്തു എന്ന് പറഞ്ഞു. യഹ്വത്ത് പുല്ലിംഗമായതുകൊണ്ട് ഹംസത്തു എന്ന് സ്ത്രീലിംഗ പദം കൊടുത്തു. ലീ ഹംസത്തു യഹ്വത്തിന്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. വസിത്തു അഖവാത്തിൻ 6 സഹോദരിമാരുണ്ട്. 6 സഹോദരിമാരുണ്ട്. 6 സഹോദരിമാർ. അല്ല ആശ ഈ ഹാദൽ കിതാബി അശറത്തു ദുറൂസിൻ. അപ്പൊ അഷറത്ത് വന്നപ്പോ കണ്ടോ, അഷറത്തു ദുറൂസിൻ. ഹാദൽ കിതാബി അഷറത്തു ദുറൂസിൻ. അപ്പൊ ദുറൂസ് ദർസ് പുല്ലിംഗമായതുകൊണ്ട് ദുറൂസ് വന്നപ്പോഴ് അഷറത്തു താണ്ട്. മാത്രമല്ല ഷീനിന് ഫതഹ. അഷറത്തു ദുറൂസിൻ. ഈ പുസ്തകത്തിൽ 10 പാഠങ്ങളുണ്ട്. ഈ പുസ്തകത്തിൽ 10 പാഠങ്ങൾ. ഈ പുസ്തകമല്ല, അത് വേറെ ഏതൊരു ബുക്കാണ്. അൽ ഹാദി അഷർ 11. ലനാ അർബഅത്തു അഅ്മാമിൻ വഖംസത്തു അമ്മാത്തിൻ. ഖംസു അമ്മാത്തിൻ. എന്താ അർത്ഥം? ലനാ അർബഅത്തു അഅ്മാമിൻ. എന്താർത്ഥം? ഞങ്ങൾക്ക് 4 അമ്മാവന്മാരും 5 അമ്മായിമാരും. ഹംസത്തു 5 അമ്മായിമാരുണ്ട്. അമ്മാവൻ എന്നാരാ അറിഞ്ഞത്? അമ്മാവനല്ല, എളാപ്പ, മുത്താപ്പ. മൂത്താപ്പാണ്. നിങ്ങൾ ഖുർആനിൽ ഇതൊന്നും വായിച്ചില്ലേ? അമ്മാമൻ പിതൃ സഹോദരൻ. ഞാൻ നിങ്ങളെ കൊണ്ട് 1000 പ്രാവശ്യമെങ്കിലും പറയിപ്പിച്ചിട്ടുണ്ടാവും. അമ്മുൻ എന്ന് പറഞ്ഞാൽ വാപ്പാന്റെ സഹോദരൻ. അമ്മത്തുൻ എന്ന് പറഞ്ഞാൽ വാപ്പാന്റെ സഹോദരി. ഈ അമ്മാവനും അമ്മായി എന്നുള്ള വാക്കേ ഉപയോഗിക്കുന്നു. കാരണം അമ്മാവൻ അമ്മായിയും ഭയങ്കര കൺഫ്യൂഷനുള്ള വാക്കാ മലയാളത്തിൽ. മാത്രമല്ല ഇംഗ്ലീഷില് അങ്കിൾ എന്ന് ഉപയോഗിക്കും, അതും കൺഫ്യൂഷനാണ്. കാരണം എന്താ? അപ്പാന്റെ സഹോദരനെ അങ്കിൾ എന്ന് പറയും, ഉമ്മാന്റെ സഹോദരനെ അങ്കിൾ എന്ന് പറയും. അറബിയിൽ രണ്ടിന് വേറെ വാക്കുണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ വാപ്പാന്റെ സഹോദരൻ, അമ്മത്തുൻ എന്ന് പറയുമ്പോൾ വാപ്പാന്റെ സഹോദരി. നിങ്ങൾ മലയാളത്തിൽ എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല. വാപ്പാന്റെ സഹോദരൻ, വാപ്പാന്റെ സഹോദരി, ഇതാണ് ശരിക്കും നമ്മൾ പറയാം. പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതിയാലും മാർക്ക് വരും. അപ്പൊ പിന്നെ ഉമ്മാന്റെ സഹോദരിക്ക് എന്ത് പറയും? ഖാലത്തുൻ. ഉമ്മാന്റെ സഹോദരൻ. ഉമ്മാന്റെ സഹോദരന് ഖാലുൻ. ഖാലുൻ ഉമ്മാന്റെ സഹോദരൻ, ഖാലത്തുൻ ഉമ്മാന്റെ സഹോദരൻ. ഇളയമ്മ മൂത്തമ്മക്കൊക്കെ ഖാലത്ത് എന്നാണ് പറയാ. ഖുർആനിലുണ്ട് ഇതെല്ലാം. ഈ ഹിന്ദിയിലും അവര് കാല എന്ന് പറയുന്നുണ്ട്. അത് ഇതായിരിക്കും. ഈ ഭായിമാര് വന്നിട്ട് കാല എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അൽ ഹാദി അഷർ. അപ്പൊ ലന അർബഅത്ത് അഅ്മാമിൻ, ഞങ്ങൾക്ക് 4 പിതൃ സഹോദരന്മാരുണ്ട്, 5 പിതൃ സഹോദരിമാരുണ്ട്. അസാനി അഷർ 12. വായിക്കും.
ഈ ബലദിയ ഈ ഹംസു ബലദി ജാമിയ ഹംസു ജാമിയാത്തിൻ. ഹംസു ജാമിയാത്തിൻ. ഈ ബലദിയ ഹംസു ജാമിയാത്തിൻ. ഞങ്ങളുടെ നാട്ടിൽ എന്തുണ്ട്? 5 5 യൂണിവേഴ്സിറ്റികളുണ്ട്. ثلاثة عشر. في هذا الدرس الدرس ദർസ് വന്നിട്ട് ഈ ഷാ പറയണോ സൂ പറയണോ നേരത്തെ വായിച്ചപ്പോ കറക്റ്റായിട്ട് വായിച്ചായിരുന്നില്ല. അന്ന് അന്നേരം നിങ്ങൾക്ക് അറിയാൻ വിചാരിച്ചു ഞാൻ സ്കിപ്പ് ചെയ്തു. ഈ ഹാദ ദർസീസ്. ദർസിന് എന്ത് പറയണം? എന്തുകൊണ്ട്? ഞാനൊരു ക്ലൂ പറഞ്ഞു. എപ്പോൾ ഹാദ വരുമ്പോ അല്ലുള്ള പദമാണെങ്കിൽ ഹാദയ്ക്ക് ശേഷം അല്ലുള്ളതാണ് പദമാണെങ്കിൽ ഹാദ മാറ്റിയിട്ട് നോക്കിയാൽ കറക്റ്റായിട്ട് അടയാളങ്ങളും അറിയാൻ പറ്റും. ഈ ഹാദ ദർസ്. അപ്പൊ അതുകൊണ്ട് ഹാദ മാറ്റിയാൽ ഫി ദർസി എന്നാ വരിക. ഫി ഹാദ ദർസി ثماني كلمات في هذا الدرس 8 كلمات جديدة. എന്താ അർത്ഥം? പുതിയ വാക്കുകളുണ്ട്. ഈ വാക്കുകൾ 8 പുതിയ വാക്കുകളാണ്. അപ്പൊ കലിമാത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് സമാനി എന്ന പുല്ലിംഗം ഉപയോഗിച്ചു. 8 പുതിയ വാക്കുകളുണ്ട് ഈ പാഠത്തിൽ. പദങ്ങൾ. പുതിയ വാക്കുകളെന്നോ പദങ്ങളെന്നോ ഈ പാഠത്തിൽ 8 പുതിയ വാക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പദസമുച്ചയമാണ് വാക്ക്. അതാണ് റഷീദ് സാർ ഇങ്ങനെ പദങ്ങൾ. ജദീദത്തിന് പുതിയത്, അതിന് ചുദുദ് ഒന്നും പറയണ്ട അല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. എന്താ പറയാ, സ്ത്രീലിംഗ ബഹുവചനത്തിന് സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ് വിശേഷിപ്പിക്കുക. കലിമാത്ത് ബഹുവചനമാണ്. അതുകൊണ്ട് ജദീദത്ത് എന്നുള്ള സ്ത്രീലിംഗ ഏകവചനം മതി. ഓക്കെ. 14 14. കാരണം സംഖ്യയുടെ ശേഷം 3 മുതൽ 10 വരെ സംഖ്യയുടെ ശേഷം കസ്ർ കൊടുത്താണ് പറയേണ്ടത്. സലാസു മജല്ലാത്തിൻ. മജല്ലാത്ത് എന്ന് പറഞ്ഞാൽ മാസികയല്ല, മാഗസിൻ. മാസിക എന്ന് പറഞ്ഞാൽ മാസത്തിൽ വരുന്നതാണ് മാസിക. മജല്ല ചിലപ്പോ ഇതിൽ അർത്ഥം കൊടുത്തിരിക്കണം അങ്ങനെയാണെന്ന്. ഇതാണ് നമുക്ക് തന്ന ഇതുണ്ടല്ലോ, PDF തന്നതിന്റെ അതിൽ അർത്ഥം കൊടുത്തത് മാസിക എന്നാ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അശ്രദ്ധ കൊണ്ട് ഒന്നായിരിക്കും. മാഗസിൻ എന്നാണ് ശരിക്കും പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാസികയ്ക്ക് ഷഹരിയ എന്നാണ് പറയുക. മാസികയ്ക്ക് അവിടെ ഒരു ഡൗട്ട്. ഈ മാഗസിൻ എന്ന് പറഞ്ഞാല് ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്ന ബോക്സ് എന്ന് അർത്ഥമുണ്ട്. ആ മാഗസിൻ ആവില്ല. ബഷീർ സാർ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്നോണ്ട് അതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക. അതെ, അതുകൊണ്ട് തന്നെയാണ് സംഭവം. അപ്പൊ അതെന്തായാലും പുതിയ അറിവാണ്. അതുകൊണ്ടാണ് ഏതിൽ വരുന്നുണ്ട്? ആയുധ നിയമത്തിലൊക്കെ വരേണ്ട. ആയുധ നിയമം ഇന്ത്യൻ ആക്ടിലൊക്കെ വരേണ്ടേ. സ്പെല്ലിംഗ് സെയിം ആണോ? സ്പെല്ലിംഗ് സെയിമാ. ഏത്? സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. സ്പെല്ലിംഗ് സെയിമാ. സ്പെല്ലിംഗ് ശരിയാണ്. സ്പെല്ലിംഗ് സെയിം ആണ്. അങ്ങനെ അർത്ഥമുണ്ട്. ഇവിടെ എന്താണ് മജല്ലാത്ത് എന്ന് പറയുമ്പോൾ മാഗസിൻ എന്ന അർത്ഥത്തിലാണ്. അതായത് മാഗസിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും എന്താ പറയാ, റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. മാത്രമല്ല അത് സ്റ്റാപ്പിൾ ചെയ്തിട്ടുണ്ടാകും. അതാണ് മജല്ല. സ്റ്റാപ്പിൾ ചെയ്തില്ലെങ്കിൽ അതിനെന്താ പറയാ, അത് എന്താ പറയാ, മലയാളത്തിൽ ലഘുലേഖനം പറയും. സഹീഫത്ത് എന്ന് പറയും. സഹീഫത്ത്
ഏടുകൾ. സഹീഫ. പിന്നെ ഡെയിലി വരുന്നതിന് യൗമിയ എന്ന് പറയും. യൗമിയ ഡെയിലി വരുന്നുണ്ട്. യൗമിയ കുല്ലവും വരെയാണെങ്കിൽ യൗമിയ എന്ന് ശരിക്കും എന്റെ വാക്ക്. പക്ഷേ വീക്കിലി എന്താ? വീക്കിലി ഉസ്ബൂഇയ്യ, ആഴ്ച. അപ്പം ഉസ്ബൂഇയ്യ എന്നുള്ളത് പിന്നെ ഉസ്ബൂഇയ്യ എന്ന് പറഞ്ഞാൽ അത് സഹീഫത്തുമാകാം, മാഗസിന്റെ പോലെ സ്റ്റാപ്പിൾ ചെയ്തതുമാകാം. സ്റ്റാപ്പിൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഉസ്ബൂഇയ്യ എന്ന് പറഞ്ഞാൽ ആഴ്ചപ്പതിപ്പ്, മലയാളത്തിൽ ആഴ്ചപ്പതിപ്പ്. അതേസമയം സ്റ്റാപ്പിൾ ചെയ്യാതെ വരുന്നതിനാണ് പൊതുവിൽ പിന്നെ എന്താ പറയാ സഹീഫത്ത് എന്ന് പറയുന്നത്. സ്റ്റാപ്പിൾ ചെയ്ത് വരുന്നത് പിന്നെ മജല്ല എന്നതിലായിരിക്കും. അത് ചിലപ്പോൾ 3 ദിവസം കൂടി വരുന്ന മജല്ലകളുണ്ടാവും, ആഴ്ചയിൽ വരുന്ന മജല്ല ഉണ്ടാവും, മാസത്തിൽ വരുന്ന മജല്ല ഉണ്ടാവും, അതേപോലെ 3 മാസത്തിൽ വരുന്ന മജല്ലയും ഉണ്ടാവും. ഈ സലാസ് മജല്ലാത്തിന് എൻ്റെ അടുക്കൽ 3 മാഗസിനുകളുണ്ട്. الثالث التمرين الثالث أجب عن الأسئلة الآتية مستعملا العدد المذكور أمامها. مستعملا العدد المذكور. ഈ ചോദ്യത്തിന്റെ അർത്ഥങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. പല പ്രാവശ്യം വരുന്നതുകൊണ്ട് നമുക്കത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി എളുപ്പമായിരിക്കും. ഇത് ഓരോ വാക്കും എഴുതി പഠിക്കേണ്ടതില്ല, പക്ഷെ എന്നാൽ എഴുതി പഠിക്കാവുന്നവർക്ക് പഠിക്കാൻ എളുപ്പമായി തോന്നുന്നവർക്ക് എഴുതി പഠിക്കാം. അജിബ് അനിൽ അസ്ഇലത്തി നമ്മൾ എപ്പോഴും വരുന്നതാണ്, ചോദ്യത്തിന്റെ ഉത്തരം പറയുക എന്നാണ്. അജിബ് അനിൽ അസ്ഇലത്തി. ആത്തിയ എന്ന് പറഞ്ഞാൽ വരുന്ന. മുസ്താമിലൻ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് എന്നാണ് ശരിക്കും വാക്ക്. മുസ്താമിലൻ ഇവിടെ എന്താണ്? യൂസ് ചെയ്തുകൊണ്ട്. അല്ല, മുസ്താമിലൻ യൂസ്ഡ് അല്ല, മുസ്താമിലൻ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന ആള്. മുസ്താമിലൻ യൂസിങ്. അൽ അദദ് എണ്ണം, സംഖ്യ. അൽ മദ്കൂർ എന്ന് പറഞ്ഞാൽ മെൻഷൻഡ്. മദ്കൂർ എന്ന് പറഞ്ഞാൽ സ്മരിക്കപ്പെട്ട എന്നാണ് വാക്കർത്ഥം. സ്മരിക്കപ്പെട്ട. ജാക്കിർ സ്മരിക്കുന്നവൻ, മദ്കൂർ സ്മരിക്കപ്പെട്ടത്. അമാമഹ അതിന്റെ നേരെ പറഞ്ഞിട്ടുള്ള, മെൻഷൻ ചെയ്തിട്ടുള്ള എണ്ണം ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഉത്തരം പറയുക. കം അഹൻ ലക, അപ്പോ ഇഖ്വത്ത് വരുമ്പോഴത്തേക്ക് എന്താ പറയാ? സിത്തത്ത് എന്നാണ് പറയേണ്ടത്. അതെ, സഹോദരൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? താഴെ ചേർക്കണം. അസാനി കം മുഖ്തൻ ലക. ഇവിടെ 5 കൊടുത്തിട്ടുണ്ട്. 5 കൊടുത്തിട്ടുണ്ട്. ഉത്തരം പറയൂ. ഓക്കെ, സലാസ. കം ബക്കറത്തൻ ഫിൽ ഹഖ്ലി. ഹഖ്ൽ എന്താണ്? ഹഖ്ൽ വയൽ അല്ലെങ്കിൽ ഫീൽഡ്. പഠിച്ചതാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹഖ്ൽ വയൽ അല്ലെങ്കിൽ പാടം. കം ബക്കറത്തൻ ഫിൽ ഹഖ്ലി. ഇവിടെ 10 കൊടുത്തിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ നിങ്ങള്? എവിടെ ബക്കറാത്തുള്ളത്? ബക്കറാത്ത് എവിടെയാ ഉള്ളത്? സബഅ ബക്കറാത്തിൻ സിമാനിൻ. യഅകുലൂന അല്ല, യഅകുൽന. യൂസുഫ് നബി അലൈഹി സ്വലമിന്റെ സ്വപ്നം പറയുന്ന സമയത്ത് അത് തന്നെ. യൂസുഫ് നബി കണ്ട സ്വപ്നം അല്ല അത്.
അല്ല 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 അവര് പറഞ്ഞു പിന്നെ വിവരണം പറയാൻ പോയി. അതെ, രാജാവ് കണ്ട സ്വപ്നം. ഓക്കെ, അപ്പം ബക്കറാത്തിൻ ഫിൽ ഹഖലി അശ്റു ബക്കറാത്തിൻ. അശ്റു അപ്പൊ സ്ത്രീലിംഗം പറയുമ്പോ അശ്റു ബക്കറാത്തിൻ. അടുത്തത് അറാബിയ كم طالبة جديدة في الفصل؟ എങ്ങനെ പറഞ്ഞു തുടങ്ങണം? في الفصل طالبات جدد. ജുദുദ് വേണ്ട, താലിബാത്ത് വരുമ്പോഴത്തേക്ക് ഈ ജദീദത്ത് പറഞ്ഞാൽ മതി. ബഹുവചനത്തിന് എന്ത് ചെയ്താൽ മതി? സ്ത്രീലിംഗ ഏകവചനം. സ്ത്രീലിംഗ ഏകവചനം മതി. ജദീദത്തിൽ താലിബാത്തിൻ ജദീദത്തിൽ. അതെ. അടുത്തത് അൽഖാമിസ് കം. കം എന്താ വായിക്കുക? കം തബീബത്തൻ. കമ്മിന് ശേഷം വരുന്നത് തൻവീൻ കൊടുത്താ പറയണ്ടത്. കം തബീബത്തൻ ഫീ മുസ്തശ്ഫൽ വിലാദത്തി. വിലാദത്തി എന്നോ വിലാദത്തും എന്നാ പറയേണ്ടത്? മെറ്റേണിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ പ്രസവത്തിന്റെ ഹോസ്പിറ്റൽ. അപ്പൊ എന്താ ഉത്തരം? ബഹുവചനം പറയണം. അവിടെ വിലാദത്തി ഫിഹാല്ലേ പറയാ? എന്താണ്? ഫീഹി. വിലാദത്ത് വന്നുകൊണ്ടാണ് നിങ്ങൾ ഫീഹ പറയണമെന്ന് ചോദിച്ചത്. മുസ്തശ്ഫയാണ് ആ പദം, ആശുപത്രി. വിലാദത്ത് അതുമായിട്ട് കണക്ട് ചെയ്താണ്. അപ്പം ഫീഹി പറഞ്ഞാൽ മതി. ഫീഹി സമാനി തബീബാത്തിൻ, അല്ലെങ്കിൽ ഫീ മുസ്തശ്ഫ വിലാദത്തി സമാനി തബീബാത്തിൻ. അസ്സാദിസ് كم حافلة في الجامعة؟ كم حافلة في الجامعة. അവിടെ എന്താ പറയണം? ഫിഹ എന്ന് പറയണം. കാരണം ജാമിയത്താണ് സ്ഥലം. كم ابنا لك لكن ابنا خمسة ലീ എന്ത് ചെയ്യണം? പിന്നെ സംഖ്യ പറയും. ثمانية كم بنتا لك؟ എത്ര പെൺകുട്ടികൾ? ആദ്യം പറയും. ഈ അബിനായിന്റെ അംസ് വേണ്ട. ഈ സെവന്ത് അബിനായി എന്ന് പറഞ്ഞാല് ഹംസ് വേണ്ടേ? അബിനായിന് ഹംസ് വേണം. അവിടെ ഹംസ അബിനായിന് ഹംസ് വേണം എന്ന് പറയാം. അബിനായിന്റെ തുടക്കത്തിൽ ഹംസ് വേണം, അവസാനത്തിൽ ഹംസ് വേണം. ഇവിടെ ഹംസ് ഇല്ല എന്ന് പറഞ്ഞു. എവിടെ ഹംസ് ഇല്ല?
കം അബ്ന എന്നുള്ളതിന് ഹംസില്ലാതെയാണ് കം അബിന എന്നല്ല ചോദിച്ചത്. കമ്മിന്റെ കൂടെ ഏകവചനാണ് വരിക. കം ഇബിനൻ എന്നാണ് വായിച്ചത്. കം ഇബിനൻ. ഇബിനെന്ന് മാത്രമല്ല കം ഇബിനൻ എന്ന് വെച്ചപ്പോ ചേർത്ത് വായിക്കുമ്പോ കമ്മിബിനെ കെസ്ര കമിബിനൻ ലക്കാന്നാണ്. അവിടെ ഹംസ് വേണ്ട, അല്ല ഹംസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. കം ബിന്ദൻ ലക്ക ലി സബു ബനാത്തിൻ. ലി സബഉ ബനാത്തിൻ. സബഉ ബനാത്തിൻ. അത്താസ് ഒൻപതാമത് കം പത്താമത്തേത് കം കിതാബൻ ഇൻദക. ഇന്ദി സമാനിയതു കിതാബ് സമാനിയതു കുതുബിൻ. ഇന്ദി സമാനിയതു കുതുബിൻ. اوكي. الرابع التمرين الرابع اقرا الجمل الاتيه. اقرا الجمل. جمل means sentences. മുകളിൽ എന്താ പറഞ്ഞത്? ഇതാണ് ചോദ്യങ്ങൾ. ഇവിടെ اقرا الجمل. جمل sentences. اقرا الجمل sentences الاتيه coming or following. واكتبها then write it. അതിനെ എഴുതുക. മഅ കിതാബത്തിൽ അഅദാദി. മഅ മീൻസ് ഒപ്പം. കിതാബത്തിൽ അഅദാദി സംഖ്യകൾ എഴുതുക. കിതാബത്തിൽ അഅദാദി സംഖ്യകൾ എഴുതുന്നതോടൊപ്പം എന്ത്? അൽ വാരിദത്ത് എന്ന് പറഞ്ഞാൽ വന്നിട്ടുള്ള ഫിഹ അതിൽ ബിൽ ഹുറൂഫ് അതിൽ വന്നിട്ടുള്ള സംഖ്യകൾ ബിൽ ഹുറൂഫ് അക്ഷരത്തിൽ എഴുതുക. ഡിജിറ്റലിൽ കൊടുത്തിരിക്കുന്ന എന്ത് ചെയ്യുക? അക്ഷരത്തിലും അക്കത്തിലും എഴുതാന്ന് പറഞ്ഞു. അതെ, അക്കത്തിൽ എഴുതിയതിനെ അക്ഷരത്തിൽ എഴുതുക. അൽ വാഹിദ് അല്ലല്ല എന്ത് ചെയ്യും? ഒന്നാമത്തേത് അർബഅതു ഇഖ്വത്തിൻ വസലാസു അഖവാത്തിൻ. അസ്സാനി മുഹമ്മദുൻ ലഹു ഒരാൾ വായിക്കും, ഉറക്കെ വായിക്കും. മുഹമ്മദുൻ ലഹു ഖംസത്തു അബ്നാഇൻ വാ പറഞ്ഞാൽ ബാക്കി പറയും. ഒന്നുകൂടെ വായിക്കും. മറസാനിയ ഒരിക്കൽ കൂടെ വായിക്കാൻ. മുഹമ്മദ് അഷറത്ത് വരുമ്പോൾ അഷറത്ത് കുത്തുബിൻ. പിന്നെ നാലാമത്തെ വായിക്കൂ.
في المستشفى المستشفى في المستشفى ستة تسعة طبيبات وست طبيبات طبيبات وست طبيبات ممرضات ست مريضات ممرضات ممرضات وست ممرضات. عندي أربعة خمسة. الخامس عندي أربعة أربعة قميص قمصان قمصان വസ്ത്രം വസ്ത്രങ്ങൾ قميصിന്റെ قمصان ഖമീസിന്റെ ബഹുവചനമാണ് വസ്ത്രങ്ങൾ قمصان വസ്ത്രമല്ല, ഷർട്ട്. عندي أربعة هذه سيارة أربعة قمصان. السادس لهذه السيارة لهذه السيارة لهذه أربع السيارة أبواب أربعة أبواب. باب أبواب പുല്ലിംഗം. أربعة أبواب. سبعة. خمسة حروف في هذه الكلمة خمسة كلمة خمسة حروف حروف. حروف الثمانية في مدرستنا في مدرستنا ثمانية يا വേണ്ട സഹോദര, ثماني مدرسات. സമാനി മുദരിസാത്തിൻ. ഞങ്ങളുടെ സ്കൂളില് 8 അധ്യാപികമാരുണ്ട്. അത്താസ്യ في بيتنا عشرة رجال ഷീന്റെ സുക്കൂന് പത്തം കൃത്യമായിട്ട് പറയും. ഷീന്റെ സുക്കൂന് പത്തം കൃത്യമായിട്ട് പറയും. في بيتنا عشرة رجال അശ്രു നിസായി. കേട്ടാ, നമ്മളെ പോലത്തെ കൂടുമ്പോ എല്ലാവരും. അപ്പൊ 20 പേരുണ്ട്. ഓക്കെ. അൽ-ആശിർ ذهب أبي إلى ذهب أبي ذهب أبي إلى എന്ത്? ذهب أبي إلى പിന്നെന്താ? സുമ്മ മാതാ? ذهب أبي إلى റിയാദ്. നിങ്ങളെ സൗണ്ട് കേൾക്കാത്താണോ എന്റെ സൗണ്ട് കേൾക്കാം?